3-4 പണിക്കാരുണ്ട്. എന്താ കാര്യം? കണ്ണ് തെറ്റിയൊക്കെ ഫോണുമ്മ കൂടിയാക്കാൻ. ആശകളില്ലാത്ത ജീവയാത്രയിൽ സ്നേഹത്തിൻ ദൂതുമായി വന്നവളേ. എടാ വല്ല ഡാഡി മമ്മി വീട്ടിൽ പോലെ വല്ല പാട്ടെന്തെങ്കിലും പാടിക്കൂടെ? നീ പണിയപ്പ നീങ്ങി. സലാമേ, ഇന്നലെ മതിലിന് പെയിന്റ് അടിച്ച വൈറ്റ് സിമെന്റിന്റെ ബാക്കി ആ മടിയിലേ പറഞ്ഞത്. എങ്ങനെ മനസ്സിലായി? അയിന്നുണ്ട് ഒരു വെള്ളപ്പെരിച്ചായി കയറി പോകുന്നു. എവിടെ മറ്റൊരു രണ്ടാളും? രണ്ടാളും അവിടെ നിന്ന് അടിച്ചിട്ടുണ്ട്. അടിച്ചേ? ഈ അടി ഞാൻ കഴിഞ്ഞ് മറ്റേ അടിയാക്കാരെന്ന് വിചാരിച്ചു. അഫ്സലേ എന്താ ഗോപാലേട്ടാ? അല്ല അഫ്സലേ, ഈ ഇന്നലെ പെയിന്റ് അടിച്ചിട്ട് പോന്നിട്ടല്ലേ എന്റെ വീട്ടിൽ നിന്ന്? 5 കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട്, വിലക്കുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഒരു ചെറിയ ചളി ഉണ്ടായപ്പോ അതങ്ങോട്ട് കഴുകിയപ്പോ പെയിന്റ് മുഴുവനെ അങ്ങോട്ട് പോയി. എന്ത് ഗ്യാരണ്ടിയാടാ എന്റെ? കമ്പനിക്കാർ 5 കൊല്ലത്തെ ഗ്യാരണ്ടി എന്നുള്ളത്. അങ്ങനെ വിട്ടാ ശരിയാവൂല. ഒന്ന് വിളിച്ചു ചോദിച്ചോ കേട്ടോലോട്. അങ്ങനെ വിട്ടാ പറ്റൂല. എന്തോട്ടെ നിങ്ങള് കഴുകിയത്? കമ്പിച്ചായിരട്ടെ. എന്തോട്ട്? കമ്പിച്ചായിരട്ടെ. ജോന്നിന് കയറിന്നാ ഞാൻ തന്തരി കൂട്ടി ഇവിടുന്ന് പോയിക്കോ, അല്ലെ ഇനിയും ചെയ്ത് കിട്ടും എനക്ക്. പോരെ മുത്തേ, അന്നെന്തിനു തച്ച്? അത് വീട്ടിൽ എന്തിനു പറഞ്ഞുതരാം. അതെ, ഇന്നത്തെ 10,000 തരൂ. ഇത് കഴിഞ്ഞ മാസം തീർക്കും പറഞ്ഞ പണിയല്ലേ, ആദ്യം പണി തീർക്കേ, എന്നിട്ട് പൈസ.